ഹായ് ഗേസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ റെസിപ്പി ഓണവുമായി റിലേറ്റഡ് ആയിട്ടുള്ള സാമ്പാറാണ്. അതിനുവേണ്ടി തേങ്ങ വറുത്തെടുക്കുകയാണ് ഫസ്റ്റ് ചെയ്യുന്നത്. ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് വെന്തകം ഇട്ടതിന് ശേഷം നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്, ജീരകം, കുരുമുളക് എല്ലാം കൂടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ വെളുത്തുള്ളിയും ചെറിയുള്ളി ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്ത് അതിലേക്ക് എരിവിനാവശ്യമുള്ള വറമുളകും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. നല്ലതുപോലെ മൂത്ത് വരുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് കറിവേപ്പില ആഡ് ചെയ്യണം. കറിവേപ്പില, മല്ലിയില കൂടെ ആഡ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കായമാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. കായം ആയിട്ട് ഞാൻ കായപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. കായം നല്ലതുപോലെ ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്നുകൂടെ മിക്സാക്കി കൊടുക്കുക. നല്ലൊരു ഫ്ലേവറും കാര്യങ്ങളുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ ഒരു ബൗളോളം തേങ്ങയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. തേങ്ങ നല്ലതുപോലെ വറുത്ത് നല്ലതുപോലെ കളർ ചേഞ്ചായി വരണേ. അപ്പോഴത്തേക്കും നമ്മളുടെ കഷ്ണങ്ങളെല്ലാം റെഡിയാക്കി. ഞാൻ കുറച്ച് മാത്രമേ കഷ്ണങ്ങൾ യൂസ് ചെയ്യുന്നു, ഒരുപാട് കഷ്ണങ്ങൾ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ തേങ്ങ ഓൾമോസ്റ്റ് റെഡി ആയിട്ട് വരുന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ മല്ലിപ്പൊടിയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. മല്ലി ഞാൻ ആഡ് ചെയ്യുന്നില്ല, മല്ലിപ്പൊടിയാണ്. അപ്പോൾ 2-3 സ്പൂണോളം മല്ലിപ്പൊടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായി അതിനെ നല്ലതുപോലെ പച്ച സ്മെല്ല് പോകുന്നത് വരെ നല്ലതുപോലെ അതിനെ വറുത്തെടുക്കുക. തേങ്ങയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടൊരു നല്ലൊരു മണമാണ് വരുന്നത്. കായത്തിൻ്റെയും തേങ്ങയുടെയൊക്കെ നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഏകദേശം ഒരു 90% വറുത്ത് റെഡി ആയിട്ടുണ്ട്. ഒരു 2 മിനിറ്റ്സോളം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഞാൻ. അതിന് ശേഷം നമ്മൾ പരിപ്പ് നന്നായി വേവിച്ച് വെച്ച പരിപ്പിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച കഷ്ണങ്ങൾ കൂടി ചേർക്കാനുണ്ട്. നമ്മുടെ കഷ്ണങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ഓരോ സ്ഥലങ്ങളിലും ഓരോ രീതിക്കാണ് നമ്മൾ സാമ്പാർ വെക്കുന്നത്. അപ്പം നമ്മളുടെ രീതിക്കുള്ള സാമ്പാറാണ് ഞാൻ പറയുന്നത്. കഷ്ണത്തിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പ് കൂടി ഇട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കുക. കുറച്ച് തക്കാളി കൂടി ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം നമ്മുടെ കഷ്ണങ്ങളൊക്കെ വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് പുളിവെള്ളമാണ് നമ്മൾ ഒഴിക്കുന്നത്. അപ്പോൾ നമ്മളുടെ വറുത്ത തേങ്ങയെല്ലാം നല്ല ഫൈൻ പേസ്റ്റ് പോലെ അരപ്പെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്, പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. വെന്തതിന് ശേഷം ആ പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കട്ടിയുണ്ടെങ്കിൽ ലൂസാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ സാമ്പാറൊക്കെ ഏകദേശം വന്നിട്ട് വരുന്നുണ്ട്. അതിലേക്ക് കടുക് താളിക്കാൻ ആവശ്യമായ താളിക്കൽ റെഡിയാക്കുകയാണ്. അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചതിന് ശേഷം കടുകിട്ട് കറിവേപ്പിലയും വറമുളകും ഇട്ട് താളിക്കുകയാണ് ചെയ്യുന്നത്. പല ഇൻഗ്രീഡിയൻസും ഇതിൽ ഉലുവ എല്ലാം ആഡ് ചെയ്യാം, പക്ഷെ ഞാൻ അതിലേക്ക് ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഉലുവ നമ്മൾ ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മളുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അവസാനം മല്ലിയില കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, ബൈ.